ആര് ഹോർഡിംഗ്സ് വെച്ചാലും, ആര് പോസ്റ്റർ ഒട്ടിച്ചാലും, ആര് ഫ്ലെക്സ് ബോർഡ് വെച്ചാലും അതിനൊക്കെ പിഴ ഈടാക്കണം. അതിനു മുമ്പ് ഇതെല്ലാം നീക്കം ചെയ്യണം എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിടുന്നു. അത്ഭുതകരമായ കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് നഗരസഭകൾ മത്സരിച്ച് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കണ്ടത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനവും ഇവിടെ നടന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വെക്കുന്നതും ഹോർഡിംഗ്സ് വെക്കുന്നതും CPM ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വലിച്ചു കീറപ്പെട്ടതും CPM-ന്റെ ഹോർഡിംഗ്സുകളാണ്. ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ടത് പിണറായിയുടെ മുഖമാണ്. കാരണം പിണറായിയുടെ മുഖമായിരുന്നു എല്ലായിടത്തും നിറച്ചു വെച്ചിരുന്നത്. പാർട്ടിയുടെ സമ്മേളന കാലമായതുകൊണ്ട് അവരുടെ ഹോർഡിംഗ്സുകൾക്കും കൊടിതോരണങ്ങൾക്കുമായിരുന്നു പ്രാമുഖ്യം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വാശിയോടെ കലിപ്പോടെ പിണറായിയുടെ ഫ്ലെക്സുകൾ വലിച്ചു കയറുന്നതായിരുന്നു. ഈ ഗതികെട്ട ഭരണത്തിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന വിഭാഗത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ 3-4 വർഷമേ അവർക്ക് കിട്ടാനുള്ള അരിയേഴ്സ് കിട്ടിയിട്ടില്ല. ലീവ് സറണ്ടർ എല്ലാവർക്കും ഒരു കിട്ടാക്കനിയാണ്. റിട്ടയർ ചെയ്താൽ അവർക്ക് പെൻഷനും PF-ഉം ഗ്രാറ്റുവിറ്റിയും ഒന്നും ലഭിക്കുന്നില്ല. ശമ്പളം തന്നെ മുടങ്ങിയേക്കും എന്ന സാഹചര്യമാണ്. പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പാർട്ടി നേതൃത്വം പറയുന്നത് പോലെ മാത്രം ചെയ്യണം. അവർക്ക് സർക്കാരിനോട് നല്ല കലിപ്പുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കലിപ്പ് അവർ തീർക്കുന്ന കാഴ്ച കോടതി പറഞ്ഞു ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആവേശത്തോടുകൂടി ഒരു പോസ്റ്റർ പോലും ബാക്കിയാവാതെ, ഒരു ഹോർഡിംഗ്സ് പോലും ബാക്കിയാവാതെ പിണറായിയുടെ മോന്തായം വലിച്ചു കീറുന്ന കാഴ്ചയാണ് നാട് നീളെയുള്ളത്.